ബ്രഹ്മദേവിന്റെ പൗത്രനായ കശ്യപന് സുരസയിൽ ജനിച്ചവളാണ് അജാമുഖി എന്ന അപ്സര സ്ത്രീ. സുന്ദരിയും അർത്ഥവത്വമായിരുന്നുവെങ്കിലും അജാമുഖി കാമപരവശയായിരുന്നു. ഒരിക്കൽ അജാമുഖിയുടെ സഹോദരനായ ശൂരപദ്മാവ് അനുജന്മാരെ വിളിച്ച് ഇപ്രകാരം തന്റെ ആഗ്രഹം അറിയിച്ചു. അല്ലയോ അനുജന്മാരെ, അസുരവംശത്തിൽ പിറന്ന നാം ഇനിയും സ്വന്തമായൊരു രാജധാനി നിർമ്മിച്ചിട്ടില്ല. നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ജ്യേഷ്ഠ, അങ്ങയുടെ നിർദ്ദേശത്തോട് ഞങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു. പറയുക, ഞങ്ങൾ രാജധാനി നിർമ്മാണത്തിന് തിരഞ്ഞെടുക്കേണ്ട ദേശങ്ങൾ ഏതൊക്കെയാണ്? സിംഹവക്രനും താരകാസുരനും ജ്യേഷ്ഠനോട് അന്വേഷിച്ചു. അനുജന്മാരുടെ മറുപടി ശൂരപദ്മാവിനെ സന്തുഷ്ടനാക്കി. പറയാം, കേട്ടുകൊള്ളുക. നിങ്ങൾ സ്വർണ്ണ മാമല തന്നെയെ മഹാമേരുവിന്റെ വടക്കും തെക്കും രാജധാനങ്ങൾ പടുത്തുയർത്തുക. സോദന്മാരെ, ഇരുദിക്കുകളിൽ അതോടെ നമ്മുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ കീഴിലാകും. ജ്യേഷ്ഠന്റെ ആജ്ഞ പാലിക്കുവാനായി താരകാസുരൻ ഉടൻ തന്നെ സൈന്യവുമായി മഹാമേരുവിന്റെ തെക്ക് ഒരു നഗരം സ്ഥാപിച്ചു. മനോഹരമായ പുരത്തിന് മായാപുരം എന്ന് പേർ നൽകുകയും ചെയ്തു. സിംഹവക്രൻ മേരുവിന്റെ വടക്കു ഭാഗത്ത് ഒരു പുരം പണിതു. അതിന് അസുര നഗരം എന്നും പേര് നൽകി. അവിടെ വാസമാക്കി. ഇക്കാലം അത്രയും അവരുടെ ഏക സഹോദരിയായ അജാമുഖി കാമവേശത്താൽ ഭൂതലം ചുറ്റി നടക്കുകയും പല പുരുഷന്മാരെയും വശീകരിച്ച് തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുകയും ചെയ്തു പോന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ നർമ്മദ നദീതീരത്ത് തപസ്സിലായിരുന്ന ദുർവാസാവ് മഹർഷിയെ അജാമുഖി കണ്ടു. അതിരൂപവാനും പുരുഷ തേജസ്സിന്റെ മൂർത്തിമദ്ഭവമായ ആ സന്യാസിയിൽ അവൾ അനുരക്തയായി. അവൾ ദുർവാസാവിനെ സമീപിച്ച് തൻ്റെ മനോഗതി വെളിപ്പെടുത്തി. മഹർഷി, അങ്ങ് ആരാണ്? അവിടുത്തെ മോഹനരൂപം എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. അങ്ങയുടെ പത്നീപദം എനിക്ക് നൽകിയാലും പ്രഭു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ലാവണ്യധാമത്തെ കണ്ട് ദുർവാസാവ് തെല്ലൊന്ന് ആശ്ചര്യപ്പെടുക തന്നെ ചെയ്തു. ആ കമനീയ രൂപത്തെ പോലെ മറ്റൊരു സുന്ദര രൂപത്തെ അദ്ദേഹം ഇതിനു മുമ്പൊരിക്കലും ദർശിച്ചിട്ടില്ല. ഭവതിയുടെ രൂപം ഞാൻ കൊതിക്കുന്നു. വരൂ പ്രിയേ, ഇന്നു മുതൽ നാം ദമ്പതിമാരാണ്. ദുർവാസാവ് അജാമുഖിയെ സ്വാഗതം ചെയ്തു. അങ്ങനെ ദമ്പതിമാരായി കഴിഞ്ഞ ദുർവാസാവും അജാമുഖിയും ഹിമാലയ താഴ്വരയിൽ വാസമാക്കി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അജാമുഖി 2 പുത്രന്മാർക്ക് ജന്മം നൽകി. ഇല്വൽ, വാതാപി എന്നീ പേരുകൾ അവർക്ക് യഥാക്രമം നൽകുകയും ചെയ്തു. അസുരവീര്യത്തിൽ ജനിച്ച ഇവർ ചെറുപ്പത്തിൽ തന്നെ അവിവേകികളും പരാക്രമികളുമായി തീർന്നു. ഒരിക്കൽ ഇല്വനും വാതാപിയും പിതാവായ ദുർവാസാവിനെ സമീപിച്ച് ആവശ്യപ്പെട്ടു. അച്ഛാ, അങ്ങ് വരപ്രാതാവിയാണ്. നിരവധി ദിവ്യശക്തികൾ അങ്ങയിൽ കുടികൊള്ളുന്നു. പിതാവിൻ്റെ സമ്പത്തുകൾ ഏതും സന്താനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതിനാൽ അങ്ങയുടെ സിദ്ധികൾ ഞങ്ങൾക്ക് പകർന്നു തരിക. സന്താനങ്ങളുടെ ആവശ്യം മഹർഷിയെ തെല്ലൊന്ന് ഞെട്ടിക്കുക തന്നെ ചെയ്തു. അദ്ദേഹം അവരെ ധർമ്മബോധമുള്ളവരാക്കുവാൻ ശ്രമിച്ചു. പുത്രന്മാരെ, നിങ്ങളുടെ ന്യായം ഭൗതിക സ്വത്തിൻ്റെ കാര്യത്തിൽ ശരിയാണ്. എന്നാൽ തപസ്സിലൂടെ നേടിയെടുത്ത സിദ്ധി വീതിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഉണ്ണികളെ, നിങ്ങൾ തപസ് ചെയ്തവ നേടിയെടുക്കുക. ദുർവാസാവിൻ്റെ ന്യായവാദം അവരെ കുപിതരാക്കി. എന്ത്? ഞങ്ങൾക്ക് ന്യായമായും ലഭിക്കേണ്ടുന്ന പൈതൃക സ്വത്ത് നൽകുവാനാവില്ലെന്നോ? എങ്കിൽ ആ സിദ്ധികൾ താങ്കളോടൊപ്പം ഇന്ന് അവസാനിക്കുന്നതായിരിക്കും. ഇപ്രകാരം ആക്രോശിച്ചുകൊണ്ട് ഇല്വനും വാതാപിയും ദുർവാസാവിൻ്റെ അടുത്തെത്തി. ദുർവാസാവ് ക്രോധത്താൽ വിറച്ചു. അഹങ്കാരികളെ, നിങ്ങൾ എന്നെ ആക്രമിക്കുവാനും മുതിർന്നുവോ? എന്നെ സംഹരിക്കുവാൻ തയ്യാറായ നിങ്ങളുടെ അവസാന ദിനമാണിന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദുർവാസാവ് തൻ്റെ യോഗദണ്ഡ് പുത്രന്മാർക്ക് നേരെ നീട്ടി. യോഗാദണ്ഡിൽ നിന്നും അഗ്നിജ്വാലികൾ പുറത്തേക്ക് പ്രവഹിച്ചു. അതിൽപ്പെട്ട് ഇല്വനും വാതാപിയും ഈയാമ്പാറ്റകളെ പോലെ എരിഞ്ഞുപോയി. സന്താനങ്ങളുടെ മരണം അജാമുഖിയെ ഏറെ ദുഃഖിപ്പിച്ചു. അവൾ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞ് വീണ്ടും സ്വതന്ത്ര ജീവിതത്തിലേക്ക് പോയി. അങ്ങനെയിരിക്കെ ഒരു നാൾ അജാമുഖി കാശി ശിവക്ഷേത്രത്തിൽ പോയി. ആ സമയം ഇന്ദ്രപത്നിയായ ശചീദേവി അവിടെ ആരാധനയ്ക്കായി വന്നിരുന്നു. അതിസുന്ദരിയായ ആ ദേവസ്ത്രീയെ കണ്ടപ്പോൾ അജാമുഖി ചിന്തിച്ചു, ഇവൾ എൻ്റെ പ്രിയ സഹോദരനായ ശൂരപത്മാവിന് യോജിച്ച ഭാര്യ തന്നെയാണ്. അദ്ദേഹത്തിന് ഈ സുന്ദരിയെ നൽകുക തന്നെ. അജാമുഖി ശുചിദേവിയെ സമീപിച്ച് തൻ്റെ ഇംഗിതം അറിയിച്ചു. ദേവി, നീ എന്നോടൊപ്പം വരിക. എൻ്റെ ജ്യേഷ്ഠനായ ശൂരപത്മാവ് അസുരവംശത്തിലെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായി നിനക്ക് പാർക്കാം. അല്ലയോ ഭവതി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ കന്യകയല്ല, ദേവരാജൻ ഇന്ദ്രൻ്റെ പത്നിയാണ്. ഭർത്തൃമൃതിയായ ഞാൻ നിന്റെ സോദരനെ സ്വീകരിക്കണമെന്ന് പറയുന്നത് ശരിയാണ്. ശചീദേവി അജാമുഖിയുടെ ആവശ്യം നിരാകരിച്ചു. അജാമുഖി കുപിതനായി. ദേവേന്ദ്രൻ്റെ പത്നിയാണെന്ന് പറയുന്ന നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? സദാ രാക്ഷസേശ്വരന്മാരെ ഭയന്ന് വസിക്കുന്ന അവനിൽ നിന്ന് എന്ത് മഹത്വമാണ് നീ കാണുന്നത്? സുന്ദരി, നീ എൻ്റെ സോദരനാണ് യോഗ്യ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അജാമുഖി ശചീദേവിയെ കടന്നു പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തി.
നിസ്സഹായതയാൽ ശചീദേവി ശിവഭഗവാനെ വിളിച്ചു. പരമേശ്വര, അവിടുത്തെ സന്നിധിയിൽ ആരാധനയ്ക്കെത്തിയ ഞാനിതാ ഈ ദുഷ്ടരാക്ഷസിയുടെ കരങ്ങളിൽ പെട്ടിരിക്കുന്നു. ഭഗവാനെ, അഗതിയായി എന്നെ അവിടുന്ന് തുണയ്ക്കണേ. അവിടുന്ന് എന്നെ കൈയൊഴുകിയാണോ? പെട്ടെന്ന് ശിവക്ഷേത്രത്തിനുള്ളിലെ ദിവ്യലിംഗത്തിൽ നിന്നും പ്രഭാരൂപൻ ചിതറി. അതിൻ്റെ മധ്യത്തായി സാക്ഷാൽ ശങ്കരൻ ഉത്ഭവിച്ചു. അദ്ദേഹം തൻ്റെ കരവാളുമായ അജാമുഖിക്ക് മുന്നിൽ നിന്ന് കൽപ്പിച്ചു, ഹേ ദുഷ്ടരാക്ഷസി, ദേവിയെ മോചിപ്പിക്കുക. പതിവ്രതയായ സ്ത്രീയെ അപമാനിക്കുവാൻ തുനിയുന്നുവോ? ഇതിൻ്റെ ശിക്ഷ മരണമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ സ്ത്രീയെ നിന്നെ വധിച്ചുവെന്ന പാപം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ദേവിയെ വിടുക. അജാമുഖി പൊട്ടിച്ചേച്ചു. അജാമുഖിയോട് കൽപ്പിക്കുവാൻ നീ ആരാണ്? നിന്റെ മായാവിനോദങ്ങളൊന്നും എന്നോട് വേണ്ട എന്ന് അലറിക്കൊണ്ടവൾ പറന്നുയർന്നു. പെട്ടെന്ന് അസഹ്യമായ വേദനയാൽ അജാമുഖി തെരിച്ചുപോയി. തൻ്റെ കൈകളിലൊന്ന് രക്തത്തിൽ കുളിച്ച് നിലം പതിപ്പിച്ചിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം അടുത്ത കൈ നിലം പറ്റി. അലറിക്കരഞ്ഞുകൊണ്ട് അജാമുഖി പ്രയാണം നടത്തി. അസുര സ്ത്രീയിൽ നിന്നും രക്ഷ നേടി ശചീദേവി ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. കാരുണ്യവാരിധേ, ആശ്രിത വത്സല, അവിടുത്തെ ദയാവായ്പിനാൽ എനിക്ക് ചാരിത്രം സംരക്ഷിക്കുവാനായി. പ്രഭു, അവിടുത്തെ മഹത്വം എന്നും എന്നിൽ നിലനിൽക്കട്ടെ. ശചീദേവിയെ അനുഗ്രഹിച്ച ദേവൻ അപ്രത്യക്ഷനായി. അടുത്തത് അധീരൻ ശിവപാർഷദനായ കഥയാണ്. തുടരും.